ഹായ് മകളെ, അങ്ങനെ കാലങ്ങൾക്കൊടുവിൽ അല്ലെ ദിവസങ്ങൾക്കൊടുവിൽ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് പോകാനിരിക്കുകയാണ്. എനിക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നിങ്ങൾ അത്രയധികം കഷ്ടപ്പെട്ട് പഠിച്ച ദിവസങ്ങളായിരുന്നു ഇത്രയും ദിവസം കഴിഞ്ഞു പോയത്. ഉറക്കം തന്നെ വളരെ കുറവാണ് പലർക്കും. അതിൻ്റെ ക്ഷീണമൊക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. അതിനേക്കാളൊക്കെ കൂടുതൽ നിങ്ങളുടെ ഉള്ളിലുള്ളത് ടെൻഷനാണ്. പല ആളുകൾക്കും പഠിച്ചത് കൊണ്ട് തന്നെയാണ് ഇത്രയധികം ടെൻഷൻ വരുന്നത്. ഈ ഒരു സമയത്ത് ഞാൻ ചെറിയൊരു കഥ പറയാം. ഒരു പക്ഷേ നിങ്ങൾ കേട്ട കഥ തന്നെയായിരിക്കും, എന്നാലും ഈ ഒരു കഥ നിങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കണം കേട്ടോ. കാരണം ഒരു പക്ഷേ നിങ്ങളെ വീണ്ടും അത് മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുമെന്നുള്ളതാണ്. കഥ ഇങ്ങനെയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻറ്റ് ഞാൻ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥ, എന്നാലും ഞാൻ ഒരിക്കൽ കൂടി പറയാം. ഞാൻ എൻ്റെ BEd കാലമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യുകയാണ്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ്. ആ സ്കൂളിൽ പ്രൈവറ്റ് സ്കൂളാണ്. ആ സ്കൂളിൽ ജോയിൻ ചെയ്ത സമയത്ത് ഏകദേശം ഒരു കൊറോണൻ്റെ ഒക്കെ അടുപ്പിച്ചാണ് ആ ക്ലാസ്സുകൾ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ കുട്ടികളൊന്ന് കണ്ടു. 10ാം ക്ലാസ്സിൽ അവിടെ ആകെ ഉള്ളത് 14 കുട്ടികൾ മാത്രമാണ് 10ാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ അവർക്ക് കുറച്ച് ക്ലാസ്സൊക്കെ എടുത്തു. പെട്ടെന്നാണ് കൊറോണ വന്നതും സ്കൂൾ മൊത്തത്തിൽ അടച്ചു പൂട്ടണമെന്ന് ഗവൺമെൻറ് ഓർഡർ വന്നതും. അങ്ങനെ കുട്ടികളൊക്കെ സ്കൂളുകളിലേക്ക് പോവുകയാണ്. പിന്നെ ഞങ്ങൾ അവരെ കണ്ടത് ഓൺലൈൻ ക്ലാസ്സിലൂടെയാണ്. എല്ലാ കുട്ടികളും വീട്ടിലിരുന്ന് പഠിക്കുകയാണ്. പല കുട്ടികളും പഠിക്കുന്നില്ല. ഓൺലൈൻ ക്ലാസ്സുകൾ ജസ്റ്റ് അറ്റൻഡ് ചെയ്ത് ഓണാക്കിയിട്ട് പോവുക എന്നല്ലാതെ പഠിക്കുന്നൊന്നുമില്ല. അങ്ങനെ അവർ ക്ലാസ്സുകളൊക്കെ പല ആൾക്കാരും കേൾക്കുന്നുണ്ടെന്ന വ്യാജേന അവർ ഫോണിൽ കളിച്ചുകൊണ്ട് ആദ്യത്തെ യൂണിറ്റ് എക്സാമിൻ്റെ റിസൾട്ട് മാത്തമാറ്റിക്സിലോ വന്നു. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം ഒരു മാസം പഠിപ്പിച്ചതിന് ശേഷം ആ കുട്ടികൾക്ക് കിട്ടിയ മാർക്ക് എന്ന് പറയുന്നത് ആകെ 14 പേരിൽ ഒരാൾക്ക് മാത്രമാണ് B ഗ്രേഡോ B+ കിട്ടിയത്. ബാക്കി എല്ലാവരും ഫെയിലായിരുന്നു. ആകെ 1-2 കുട്ടികൾ മാത്രമാണ് ജസ്റ്റ് പാസ്സായത്. ബാക്കി എല്ലാവരും മാത്തമാറ്റിക്സിൽ ഫെയിലായിരുന്നു. അതെന്നെ ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അന്ന് മാനേജ്മെൻറ്റൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അങ്ങനെ മാനേജ്മെൻറ്റ് മുന്നോട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ 9ാം ക്ലാസ്സിൻ്റെ ബേസിക് എത്രത്തോളം അവർക്ക് അറിയുമെന്ന് എനിക്കറിയില്ലായിരുന്നു. അതേപോലെ തന്നെ ഇവർ എത്രത്തോളം ഓൺലൈൻ ക്ലാസ്സുകൾ പഠിച്ചിട്ട്, അന്ന് മുതലാണ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരുവിധം എല്ലാവരും വരുന്നത്. പഠിച്ചിട്ടൊന്നും എനിക്കറിയില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ സമയത്ത് സാലറികളൊന്നും കിട്ടാതായി നമ്മുടെ ഓഫീസിൽ നിന്ന്, സ്കൂളിൽ നിന്ന്. അപ്പോൾ ഞങ്ങളത് ചോദ്യം ചെയ്തു, എന്തുകൊണ്ടാണ് സാലറി കിട്ടാതെന്ന് ചോദിച്ചപ്പോൾ കൊറോണയാണ്, അതുകൊണ്ടാണ് കിട്ടാത്തത്. ഒരു പണി ചെയ്യാം, നമുക്കിപ്പോൾ കുറഞ്ഞൊരു പൈസ നിങ്ങൾക്ക് ഇപ്പോൾ തരാം, ബാക്കി ഫുള്ളായിട്ട് ഞങ്ങൾ എന്ത് തരാം, ഈ അക്കാദമിക് ഇയർ അവസാനത്തിൽ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾക്കൊരു 75% സാലറി കിട്ടിയാൽ മതി, ബാക്കി ഞങ്ങൾ ഒഴിവാക്കിയുള്ളൂ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. കാരണം ഇത് കൊറോണ സമയമാണ്, നിങ്ങൾ ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണെന്ന് ടീച്ചേഴ്സ് എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു. പക്ഷേ എന്നാൽ മാനേജ്മെൻറ്റ് അതിന് കൂട്ടാക്കിയില്ല. പകരം ചെറിയൊരു എമൗണ്ട് തന്നിട്ട് ബാക്കി ഫുള്ളായിട്ട് ഞങ്ങൾ അപ്പോൾ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ കുഴപ്പമില്ല, ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയി. പെട്രോൾ അടിക്കാൻ പോലും പൈസ കാര്യമായിട്ടൊന്നും കിട്ടാത്തൊരു സമയമായിരുന്നു. അങ്ങനെ ലാസ്റ്റിലേക്കായ സമയത്ത് കുറച്ച് ദിവസം കുട്ടികൾ ഓഫ്ലൈനായിട്ട് കിട്ടുകയും ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയൊക്കെ ചെയ്തു. അവസാനം ഇവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇവർക്ക് വർക്ക് കൊടുത്തു. കുട്ടികൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ കൊടുത്തു. ഒരുപാട് ചോദ്യം നിങ്ങളിപ്പോൾ 10ാം ക്ലാസ്സിൽ യൂട്യൂബിൽ ചെയ്യുന്നത് പോലെ ഒരുപാട് 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾ ലാസ്റ്റ് നിമിഷങ്ങളിൽ നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യിപ്പിച്ചു. അതിൽ അവർക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുമെന്നൊരു പ്രതീക്ഷ വന്നു. അങ്ങനെ പാരൻസ് മീറ്റിങ്ങിനെ വിളിച്ചു. ആ പാരൻസ് മീറ്റിംഗ് വിളിച്ചതിൽ ഒരു പാരൻറ്റ് എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞു. സാറേ, എൻ്റെ മോന് നന്നായിട്ട് പഠിക്കുന്നില്ല, ഭയങ്കര സങ്കടമുണ്ട്, കുട്ടിക്ക് A+ കിട്ടുമെന്നൊന്നും അറിയില്ല, ഭയങ്കര ഡിപ്രസ്ഡ് ആണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വേറെ 2 പാരൻസ് വന്നു. കരഞ്ഞിട്ടില്ലെങ്കിലും അവർ ഇതേപോലെ സങ്കടങ്ങൾ പറഞ്ഞു. ഞാൻ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം, നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞു. അവരൊന്ന് സമാധാനിപ്പിച്ച് വിട്ടു. അപ്പോൾ അതിനിടയിൽ ഞാൻ വീണ്ടും എൻ്റെ സാലറി ആയിട്ട് ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റിനോട് ചോദിച്ച സമയത്ത് അവർ തരില്ല എന്നൊരു ഇതിലേക്ക് വന്നു. കുട്ടികളുടെ അടുത്ത് നിന്ന് നമ്മളെല്ലാവരും ടീച്ചേഴ്സൊക്കെ കഷ്ടപ്പെട്ടുകൊണ്ട് ഫീസ് കളക്ട് ചെയ്യുകയും എന്നിട്ടും അവർ തരാതിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ചൊരു ദേഷ്യം വന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ എനിക്കെതിരായിട്ട് ആ മാനേജ്മെൻറ്റ് അവരുടെ തന്നെ ഗ്രൂപ്പിൽ എൻ്റെ ഈ പഴയ കുട്ടികളുടെ ഈ മാർക്ക് ലിസ്റ്റ് എടുത്തിട്ട് ഗ്രൂപ്പിലിടുകയാണ്. ഈ മാർക്ക് ലിസ്റ്റ് ഇട്ട് നോക്കുമ്പോൾ അതിൽ മാത്സിൽ ആകെ ജയിച്ച കുട്ടികളുടെ എണ്ണം 2 ആൾക്കാരൊക്കെ ഉള്ളത്. അപ്പോൾ ഈ മഹാനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്, സാലറിക്ക് വേണ്ടി പ്രശ്നം ഉണ്ടാക്കുന്നത്, പഠിപ്പിക്കാതെ എങ്ങനെയാണ് നമ്മൾ സാലറി കൊടുക്കുക എന്ന രീതിയിൽ ആ മാനേജ്മെൻറ്റ് മൊത്തത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലടക്കം എല്ലാ പാരൻസും കാണുക എന്നെ മോശമാക്കി അവർ ചിത്രീകരിച്ചു. അങ്ങനെ ഞാൻ അദ്ദേഹത്തോട് വാട്സപ്പിൽ തന്നെ പറഞ്ഞു, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു, കുറച്ച് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം കുട്ടികൾ SSLC എക്സാം എഴുതി കഴിഞ്ഞു. അവരൊക്കെ പറഞ്ഞു അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിലായിരുന്നു എക്സാം എഴുതിയത്, ഹോപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മെയ് 2ാം വാരമായപ്പോഴേക്കും കുട്ടികളുടെ റിസൾട്ട് വന്നു. അപ്പോൾ തോൽക്കുമെന്ന് പറഞ്ഞ പാരൻസിൻ്റെ അടുത്ത് നിന്നും എനിക്ക് കിട്ടിയൊരു വാക്ക് എന്ന് വെച്ചാൽ 14 കുട്ടികളാണ് ആകെ മാത്സ് സബ്ജക്റ്റ് അവിടെ SSLC എഴുതുന്നത്. അതിൽ 11 കുട്ടികൾക്കും മാത്സിൽ A+ ആയിരുന്നു, 3 കുട്ടികൾക്ക് A ഗ്രേഡും ആയിരുന്നു. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ പ്രൗഡാക്കിയൊരു മൊമെൻ്റ് ആയിരുന്നു അത്. അങ്ങനെ ഞാൻ ആ റിസൾട്ട് വെച്ചുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ ടീച്ചേഴ്സിനെയും അതേപോലെ തന്നെ പാരൻസിനെയും ഞാൻ ഈ വിവരം അറിയിച്ചു. അതായത് ഏത് ടീച്ചർ പഠിപ്പിച്ചിട്ടാണെന്നുള്ളൊരു കാര്യം ഞാൻ അവിടെ അറിയിച്ചു. അന്ന് എനിക്ക് കിട്ടിയൊരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ട്. എന്നെ ഒരുപാട് കളിയാക്കിയ അധ്യാപകരുണ്ടായിരുന്നു, മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പല ആളുകളും കളിയാക്കിയ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ പുഞ്ചിരിയോടുകൂടി ഒരു മധുര പ്രതികാരം ചെയ്തത്
എൻ്റെ കുട്ടികളുടെ റിസൾട്ടോട് കൂടിയായിരുന്നു. സോ അന്ന് എനിക്ക് കിട്ടിയൊരു പ്രൗഡ് മൊമെൻ്റ് ആണ് ഞാൻ ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കാണുന്നത്. ഇതേപോലെ ഇപ്പോൾ നിങ്ങളും ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ അത്രയധികം പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ ആ കുട്ടികളെ എങ്ങനെയാണോ നോക്കിയത് അതേ രീതിയിൽ തന്നെയാണ് നിങ്ങളെ നോക്കി വന്നത്. 10ാം ക്ലാസ് തുടക്കം മുതലേ നിങ്ങൾക്ക് ഓരോ ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓരോന്നും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാ ടീച്ചേഴ്സും, സൈലത്തിൻ്റെ എല്ലാ ടീച്ചേഴ്സും അടിപൊളിയായിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു ക്ലാസ് ടീച്ചർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഭാഗ്യമാണ്, ഭയങ്കര സന്തോഷമാണ് നിങ്ങളുടെ കൂടെ നിൽക്കാൻ പറ്റിയതും എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷമാണ്. സോ ഇനി അങ്ങോട്ട് തുടർന്ന് നമുക്ക് +1 കാണേണ്ടതുണ്ട്. നമ്മളിവിടെ നിന്ന് ബൈ പറയുകയല്ല, സത്യം പറഞ്ഞാൽ സങ്കടമൊക്കെ ഉണ്ടാവില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ, എന്നാലും നമ്മൾ ബൈ പറയുകയല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നാളത്തെ എക്സാം ഏറ്റവും അടിപൊളി ആവട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട്, പ്രിയപ്പെട്ട മക്കളെ 10ാം ക്ലാസ്സിലെ മാത്സിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടട്ടെ. നിങ്ങൾ അത്രയധികം കഷ്ടപ്പെടുന്ന മക്കളാണ്, നിങ്ങൾ അത്രയധികം ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന മക്കളാണ്. സോ വിഷു അത് ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതി വാടാ. ബാക്കി നമുക്ക് ഇന്നിട്ട് പറയാം. ബൈ.